വയനാട് പഞ്ചാരക്കൊല്ലിയെ ഭീതിയിലാക്കിയ ആളെക്കൊല്ലി കടുവ ചത്തത് കഴുത്തിലേറ്റ മുറിവുകളെ തുടർന്നെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ദൗത്യസംഘത്തിന്റെ തെരച്ചിലിനിടെ കാട് കയറിയ കടുവയ്ക്ക് മറ്റൊരു കടുവയുമായുള്ള ഏറ്റുമുട്ടൽ പരിക്കേറ്റെന്നാണ് വനംവകുപ്പിന്റെ കണക്കുകൂട്ടൽ. കൊല്ലപ്പെട്ട രാധയുടെ മുടിയും കമ്മലും കടുവയുടെ വയറ്റിൽ നിന്ന് കണ്ടെത്തിയെന്നും വാർത്ത. ഇന്നലെ രാത്രി മുതൽ കടുവയെ നിരീക്ഷിച്ചു വരികയായിരുന്നു വനംവകുപ്പ്. മറ്റൊരു കടുവയുമായുള്ള സംഘർഷത്തിൽ പരിക്കേറ്റതാണ് മരണകാരണം. കടുവയുടെ വയറിൽ നിന്ന് രാധയുടെ വസ്ത്രങ്ങൾ, മുടി, കമ്മൽ എന്നിവ കണ്ടെത്തി. 4-നും 7 വയസ്സിനും ഇടയിൽ പ്രായമുള്ള പെൺകടുവയാണ് ചത്തത്. മരണകാലത്തെക്കുറിച്ച് ഡോക്ടർമാരുടെ അഭിപ്രായം നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ കഴുത്തിൽ 4 വലിയ മുറിവുകളുണ്ട്. ആ മുറിവുകളിൽ നിന്നാണ് ഈ കടുവയുടെ മരണം സംഭവിച്ചിരിക്കുക. വസ്ത്രത്തിൻ്റെ അവശിഷ്ടമുണ്ട്, മുടി കാണാൻ പറ്റുന്നുണ്ട്, പിന്നെ ഒരു 2 ഇയർ റിങ് കിട്ടിയിട്ടുണ്ട്. പഞ്ചാരക്കൊല്ലിയിലടക്കം വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശങ്ങളിൽ നാളെ മുതൽ 3 ദിവസം ജനകീയ തിരച്ചിലെന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. 3 ദിവസം 6 ഡിവിഷനുകൾ 6 മേഖലയായി തരംതിരിച്ചുകൊണ്ട് ആവശ്യമാണെങ്കിൽ പോലീസ് സേനയുടെ കൂടെ സഹായം സ്വീകരിച്ചുകൊണ്ട് ഡ്രോൺ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ജനകീയ തെരച്ചിൽ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് പുലർച്ചെയാണ് പിലാക്കാവ് 3 റോഡിനടുത്ത് കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. കാലുഷ്യത്തിന്റെ 3 നാൾ കടന്ന പഞ്ചാരക്കൊല്ലി സ്വാഭാവിക ജീവിതത്തിലേക്ക് അടിക്കാട് വെട്ടുന്നതടക്കം നാട്ടുകാരുന്നയിച്ച ആവശ്യങ്ങൾ പലതുണ്ട്. ഇതെല്ലാം സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്ന് പ്രത്യാശ. അഭിജിത്ത് മുഴക്കുന്നിനും മനു ദാമോദരനും ഷിജു ചവറയ്ക്കുമൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.